ഹേ ഹലോ ആൾ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്വിഗ്ഗി ജോലി നിർത്തുകയാണ്, പുതിയൊരു ജോലി നോക്കുകയാണെന്ന്. ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമന്റ് ഇട്ടു, ബ്രോ സെപ്റ്റോ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ബ്ലിങ്കിറ്റ് ട്രൈ ചെയ്യും, പുതിയ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും എന്നൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം, ഒരുപാട് പേര് എനിക്ക് പുതിയ പുതിയ സജഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പുതിയൊരു ജോലി കണ്ടെത്തിയതിനെ പറ്റിയിട്ടും എന്ത് ജോലിയാണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് കമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ സ്വിഗ്ഗി നിർത്താനായിട്ടുള്ള റീസൺ എന്താണ്, കൃത്യമായിട്ടുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലൊരു റീസൺ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇൻസെൻറ്റീവ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസെൻറ്റീവ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ എന്നെ അറിയിക്കാതെ എൻ്റെ വർക്കിംഗ് ടൈം അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇൻസെൻറ്റീവ് സ്ലാബും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ, അതാണ് മെയിൻ സംഭവം. അപ്പോൾ നമ്മളൊരു ഇൻസെൻറ്റീവ് സ്ലാബ് അല്ലെങ്കിൽ ഒരു ടൈം ബേസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ടൈം മാറ്റി കഴിഞ്ഞാൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അത് എന്നെ സ്വിഗ്ഗി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സ്വിഗ്ഗിയിലൊരു പ്രശ്നം ഫീൽ ചെയ്തത്. രണ്ടാമത്തെ സംഭവം, ഒരുപാട് നാളായിട്ട് സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്ത് എനിക്കൊരു ലോൺലിനെസ് തോന്നി തുടങ്ങി. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സ്വിഗ്ഗി ഓടുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മൾ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്, നമ്മുടെ കൂടെ ആരുമില്ല, നമ്മൾ തന്നെയാണ് സ്വന്തമായിട്ട് ചെയ്യുന്നത്. സോ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ആരും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടാമത്തെ പ്രശ്നം. പിന്നെ സ്വിഗ്ഗി എനിക്ക് മടുത്തു തുടങ്ങി, ഒരുപാട് നാൾ വർക്ക് ചെയ്ത് മടുത്തു തുടങ്ങി. ഞാൻ സ്വിഗ്ഗി സൊമാറ്റോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ കരുതി ക്വിറ്റ് ചെയ്യാം, പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്യാം. അപ്പം ഞാൻ അന്ന് തന്നെ പുതിയ ജോലി കണ്ടെത്തി. ഓക്കെ, ജോലി കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ OLX-ലാണ് കണ്ടെത്തിയത്. നിങ്ങളിപ്പോൾ പുതിയ ജോലി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ OLX ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാൻ പറ്റും, നിങ്ങൾക്ക് യൂസ്ഡ് സാധനങ്ങൾ വിൽക്കാനായിട്ട് പറ്റും, വാങ്ങാനായിട്ട് പറ്റും. വളരെ നല്ല പ്ലാറ്റ്ഫോമാണ് OLX. സോ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ OLX പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ജോലികളൊക്കെ കണ്ടെത്താനായിട്ട് പറ്റും. ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്ത് ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, എങ്ങനെയാണെന്നുള്ള ഒരു പ്രൊസീജിയേഴ്സാണ് ഞാൻ പറയുന്നത്. വലിച്ചു കിട്ടുന്നില്ല, പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് വീഡിയോ നിർത്താം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി ഒരു ഡെലിവറി പ്ലാറ്റ്ഫോം തന്നെയാണ്, സ്വിഗ്ഗി പോലെ തന്നെ. ബിക്കോസ് ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, അതാദ്യം പറയാം. അപ്പോൾ എനിക്ക് ഒരു ഫ്ലെക്സിബിൾ ടൈമിൽ വർക്ക് ചെയ്യണം, അല്ലാതെ ഒരു ഇത്ര ടൈം തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളൊരിതില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഫ്രീഡം വേണം, എനിക്ക് അത്യാവശ്യം പൈസയും വേണം എന്നുള്ള ലൈനിലാണ് ഞാൻ ഇങ്ങനത്തെ ഡെലിവറി പ്ലാറ്റ്ഫോംസിൽ ജോലി ചെയ്യുന്നത്. മിക്ക ആൾക്കാരും അതിനൊക്കെ വേണ്ടി തന്നെയായിരിക്കും. ഓക്കെ, അപ്പം എനിക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. സോ എനിക്ക് പുതിയൊരു ഡെലിവറി പ്ലാറ്റ്ഫോമിൽ തന്നെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡെലിവറി പ്ലാറ്റ്ഫോംസ് ഒക്കെ നോക്കിയ സമയത്ത് ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യാത്തത്. പക്ഷേ OLX-ൽ ഒരു ആഡ് കണ്ടിട്ട് ഞാൻ പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ പോകുന്നു. ഇപ്പം ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ, വൈകുന്നേരമാണ്, കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. സോ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ജിയോ മാർട്ടിലാണ് ഗൈസ്. ജിയോ മാർട്ടിൽ ഗ്രോസറീസ് ഡെലിവറി ചെയ്യുന്നതാണ് നമ്മുടെ പണി. അപ്പോൾ ജിയോ മാർട്ടിൽ ഗ്രോസറീസ് ഡെലിവറി ചെയ്യലാണ് എൻ്റെ പണി. ഓക്കെ, അപ്പോൾ സ്വിഗ്ഗി പോലെ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാമാർട്ടിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇൻസ്റ്റാമാർട്ട് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇൻസ്റ്റാമാർട്ട് പോലെയല്ല, അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് കേട്ടോ. അതാണ് ഒരു പ്രശ്നം, വെട്ടത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, വെട്ടത്തിൻ്റെ നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക, വൈകുന്നേരം ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. സോ ഞാനിപ്പം ഒരാഴ്ചയ്ക്ക് ശേഷം വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കുറച്ചായിട്ട് ടോട്ടൽ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് വീഡിയോ ഇടാന്നുള്ള രീതിയിലാണ് ഞാൻ ഒരാഴ്ചത്തേക്ക് ലേറ്റ് ആക്കിയത്. വീഡിയോ 9 hours ആണ് വർക്കിങ്. പിന്നെ സ്വിഗ്ഗി പോലെ അല്ല, നമുക്ക് നോക്കാനായിട്ടൊരു മാനേജറുണ്ട്, അതുപോലെ തന്നെ ഒരു വർക്കിംഗ് ടൈം ഉണ്ട് കേട്ടോ. ഞാൻ 9 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 3-4 മണി വരെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സ്വിഗ്ഗിയിൽ നിന്നുള്ള ഒരു വ്യത്യാസം. പിന്നെ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ജോയിൻ ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല. നിങ്ങൾക്ക് അവർ വേക്കൻസി ഇടും, വേക്കൻസി അനുസരിച്ച് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഓരോ സ്ഥലത്തും ജിയോ മാർട്ട് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യണമെങ്കിൽ നോക്കി കഴിഞ്ഞാൽ അടുത്ത് ജിയോ മാർട്ട് കാണും, അവിടെ പോയി സംസാരിച്ച് നിങ്ങൾക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അല്ലെങ്കിൽ OLX-ൽ നോക്കിയാലും ചിലപ്പോൾ വേക്കൻസീസ് അവൈലബിൾ ആയിരിക്കും. സോ ഞാനൊരു ട്രൈ എന്നുള്ള രീതിയിൽ കയറി. ഞാനിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് സ്വിഗ്ഗി പോലെ അല്ല, കുറച്ചും കൂടെ ആൾക്കാരൊക്കെ ഉണ്ട്, നമുക്ക് സംസാരിക്കാനും നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ സമയം പോകുന്ന അറിയില്ല, നല്ല രസമാണ് ചെയ്യാനായിട്ട്. പിന്നെ ഡെലിവറീസ് ഒക്കെ തൊട്ട് അടുത്തടുത്ത് തന്നെയായിരിക്കും, ലോങ് ഡെലിവറി ഇല്ല. മാക്സിമം 5 kilometers, അത്ര 5 kilometer അതിനകത്തൊക്കെ ഉള്ളൂ. കൂടുതലും ഒരേ കസ്റ്റമേഴ്സ് ആയിരിക്കും, എന്നും ഒരേ കസ്റ്റമേഴ്സിനെ തന്നെയായിരിക്കും കൊണ്ട് കൊടുക്കേണ്ടത്. അതും കുറച്ച് നല്ല കാര്യമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ആൾ ഓവർ എല്ലാം അടിപൊളിയാണ്. വണ്ടി ഒരുപാട് ഓടുന്നില്ല. പിന്നെ
പിന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് സ്ഥലമുണ്ട് കേട്ടോ, നല്ല സ്ഥലമുണ്ട്. അതായത് ആ സൂപ്പർ മാർക്കറ്റിനകത്ത് തന്നെ നല്ല രീതിക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഫുഡ് കഴിക്കാനായിട്ട് പറ്റും, എല്ലാത്തിനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇത് അറിയിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒരു കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു, ബ്രോ നെക്സ്റ്റ് എന്ത് ജോലിയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പുതിയ ജോലിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻലി ഞാൻ പറയുന്നത് ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഫിക്സഡ് ആയിട്ടൊരു വർക്ക് ചെയ്യാനായിട്ടൊരു താല്പര്യമില്ല. ബിക്കോസ് ജോലിയുടെ തന്നെ പഠിക്കാന്നുള്ളൊരു രീതി ഉള്ളത്, അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, നമുക്ക് സൈഡായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ജോലിയിലേക്ക് വന്നത്. സോ ഇത് ഞാൻ എത്ര നാൾ ഇതിൽ നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതുവരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി വേറെയും ജോലികൾ ട്രൈ ചെയ്യണം, വേറെ ഇങ്ങനത്തെ ഡെലിവറി പ്ലാറ്റ്ഫോംസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. സോ ഇതുവരെയുള്ള എൻ്റെ ആൾ ഓവർ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. ഓക്കെ, സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സോ ഗുഡ് ബൈ ഗൈസ്.